ഹായ് ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിഷാണ്. മുളക് പപ്പടം അല്ലെങ്കിൽ ചില്ലി പപ്പടം എന്ന് പറയാം. അപ്പോൾ തൈര് അല്ലെങ്കിൽ നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള വെളുത്തുള്ളി മോര് അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനത്തെ ഡിഷുകളുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. സിമ്പിളാണ്, ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും പപ്പടമൊക്കെ ഉണ്ടാക്കണമെന്നല്ലേ, ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളിവിടെ ഒരു 7 പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ചെറുതാക്കി മുറിച്ച് വയ്ക്കാം. ഞാനൊരു കത്രിക ഉപയോഗിച്ചാണ് ചെറുതാക്കുന്നത് കേട്ടോ. നമുക്ക് പപ്പടം മുറിച്ച് വെച്ചത് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി ഒരു പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായാലും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. പപ്പടം കുറച്ച് കൂടുതലുള്ള കാരണം ഞാൻ ഇത്തിരി കൂടി വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് മൊരിച്ചെടുക്കണം. മുരിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഫ്ലെയിം താത്തി വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് നമ്മളിതേ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മുടെ പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കഞ്ഞിക്ക് അതുപോലെ ചോറിനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേറെ ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഒരു സ്നാക്സ് പോലെയും കഴിക്കാം. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ചോറിനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നണേ. എല്ലാവരും കൂടി ഇതേപ്പോൾ കഴിക്കും. നല്ല ടേസ്റ്റാണ്.